സ്വാമി ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള ഒന്നാമത്തെ കവാടത്തിലൂടെ സൂര്യൻ അസ്തമനത്തിന് തയ്യാറെടുക്കുകയാണ്. മുകളിൽ നിന്ന് താഴേക്ക് വന്ന് ഒന്ന് കഴിഞ്ഞ് അടുത്തിരുക 2ലേക്ക് പ്രവേശിക്കും. താഴെ രണ്ടാമത്തെ നിലയിൽ പ്രവേശിക്കും. ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിൽ പങ്കെടുത്ത അച്ഛന്മാരെയൊക്കെ നമ്മൾ നമിക്കണം. ഇത്രയും കൃത്യമായി ഇന്നത്തെ യാതൊരു ആധുനിക സങ്കേതങ്ങളും ഇല്ലാണ്ടിരിക്കുന്ന കാലത്ത് ഈ മാസത്തിൽ മാർച്ച് മാസം 19-ാം തീയതി കൃത്യമായി ഈ സൂര്യാസ്തമനം, സൂര്യൻ ഈ ഓരോ വാതിലെന്ന് പറയപ്പോൾ അതിൻ്റെ മധ്യത്തൂടെ ഇങ്ങനെ കടന്നു പോകും എന്ന് അത്രയും കാര്യമായിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. യാതൊരു വ്യത്യാസവുമില്ലാതെ വളരെ സൂക്ഷ്മമായി തന്നെ ഇപ്പോൾ 2-ൽ നിൽക്കുന്നത്, രണ്ടാമത്തെ കവാടത്തിൽ നിൽക്കുന്നത്. പരമശിവ ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്തുള്ള രണ്ടാമത്തെ കവാടത്തിലാണ് ഇപ്പോൾ സൂര്യൻ നിൽക്കുന്നത്. ഇങ്ങനെ ക്രമേണ താഴ്ന്ന് മൂന്നാമത്തേതിൽ രണ്ടാമത്തെ പൂർണ്ണമായപ്പോൾ രണ്ടാമത്തെ വാതിൽ നിൽക്കുക. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് സൃഷ്ടിക്കപ്പെട്ട ഈ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ ഓരോ കണക്കുകൂട്ടലുകളും, ഓരോ വാതിലുകളും ഓരോ ഫ്രെയിമുകളും മുകളിലുള്ള താഴികക്കുടങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകളാണ്. ആ കണക്കിനൊരു തെറ്റും വരാണ്ട് കൃത്യമായി അതാണ് നേരെ മൂന്നാമത്തെ വാതിലിന് നേരെ വരും. ഒരത്ഭുതമാണ്, ലോകത്തൊരത്ഭുതമായിട്ട് പറയുന്നത് കണക്കാക്കാം. കാരണം ഒരു ആധുനിക എഞ്ചിനീയറിംഗും ഇല്ല. എല്ലാം പഴയ വിശ്വാസത്തിൻ്റെ പുറത്ത് വെറും തലയിൽ നിൽക്കുന്ന കണക്കുകൂട്ടലിൻ്റെ പുറത്ത് തയ്യാറാക്കപ്പെട്ട ഈ ക്ഷേത്രം അതിപ്പോൾ മൂന്നാമത്തെ കവാടം, ക്ഷേത്രത്തിൻ്റെ മധ്യഭാഗത്ത് ഗോപുരത്തിലുള്ള മൂന്നാമത്തെ കവാടത്തിൽ എത്തി. ഏറ്റവും മുകളിൽ നിന്നും കൃത്യമായി ഇങ്ങനെ താന്ന് മൂന്നാമത്തെ കവാടത്തിലെത്തി. എല്ലാ വർഷവും ഈ മാസം ഇതേ ദിവസം കൃത്യമായി സംഭവിക്കും എന്നുള്ളത്. ഇപ്പോൾ കുറേ കൂടെയൊക്കെ നല്ല ബെറ്ററായിട്ടുള്ള ക്യാമറയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ഭംഗിയായിട്ട് എടുക്കാൻ പറ്റും. എന്നിരുന്നാലും നമ്മുടെ കയ്യിലുള്ള സാധനത്തിൽ കിട്ടാവുന്ന ഏറ്റവും ബെറ്ററായിട്ടുള്ള മൂന്നാമത്തെ വാതിലിൽ, മധ്യഭാഗത്തുള്ള മൂന്നാമത്തെ വാതിലിൽ നല്ല പൂർണ്ണമായി നിൽക്കുകയാണ്. സൂര്യൻ അങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അസ്തമന സൂര്യൻ ജ്വലിച്ച് നിൽക്കുന്നു എന്ന് പറയുന്നത്. അതേപോലെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. ആവശ്യമായിട്ട് ഇന്നിവിടെ വന്ന് വെട്ടുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായി പൂർണ്ണമായും കാണാനും ആസ്വദിക്കാനും പറ്റുന്നു, അനുഭവിക്കാൻ പറ്റുന്നു എന്നുള്ളത് ഇത് തിരുവനന്തപുരത്തിൻ്റെ ഒരു അത്ഭുതമാണ്. ഇത് ഈ ലോകത്തുള്ള എല്ലാവരും വന്ന് ഈ ദിവസം ഇവിടെ വന്ന് കാണണം. പിന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്നലെ നല്ല മഴയായിരുന്നു, മഴക്കോളായിരുന്നു പൂർണ്ണമായിട്ടും. അപ്പോൾ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഇന്ന് മഴയൊന്നുമില്ല. പിന്നെ കൃത്യമായ അന്തരീക്ഷത്തിൽ, നല്ല തെളിഞ്ഞ അന്തരീക്ഷത്തിൽ ആ സൂര്യൻ നാലാമത്തെ കവാടത്തിലേക്ക് നയിക്കും.
ഈ ക്ഷേത്രത്തിന്റെ ഗോപുരത്തിന്റെ മധ്യഭാഗത്ത് 1, 2, 3, 4 കവാടങ്ങൾ. ഇത് കിഴക്കിൽ നിന്ന് പടിഞ്ഞാറേക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഈ 4ാമത്തെ കവാടത്തിൽ സൂര്യൻ എത്തിക്കഴിഞ്ഞു. ഇത്രയും സുന്ദരമായ കാഴ്ച ലോകത്തൊരിടത്തും കാണാം. സാക്ഷാൽ അനന്തശയനം കുടികൊള്ളുന്ന തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച. കാസർഗോഡ് അനന്തൻ ക്ഷേത്രമാണ് ഇതിൻ്റെ മൂലക്ഷേത്രമെങ്കിലും ഇത് വളരെ പ്രശസ്തമായ സമ്പത്ത് കൊണ്ടും എല്ലാം കൊണ്ടും വളരെ പ്രശസ്തമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. ഭഗവാൻ അനന്തൻ്റെ പുറത്ത് ശയിക്കുന്ന എന്നാണ് സങ്കല്പം. അതുകൊണ്ടാണ് അനന്തശയനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അനന്തപത്മനാഭന് ശയിക്കുന്നത് കൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരം എന്നറിയപ്പെടുന്നത്. 4ാമത്തെ ഭാഗത്ത് പൂർണ്ണമായും എത്തിക്കഴിഞ്ഞു. 4ാമത്തെ വാതിൽ ജ്വലിച്ച് കാണുക. അത് പൂർണ്ണമായിട്ട് സൂര്യൻ 4ാമത്തെ കവാടത്തിൽ മധ്യഭാഗത്ത്